അങ്ങനെ കാത്തിരിപ്പിന്റെ അവസാനം കങ്കുവ കണ്ടു കഴിഞ്ഞതിന്റെ ഒരു നിർവൃതിയിലാണ് അല്ലെ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആ സിനിമ കണ്ടതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു ഗ്ലാസ് പാൽ, ശുദ്ധമായ പശുവിൻ പാൽ, പഞ്ചസാര ഇട്ട് ഇളക്കി നന്നായിട്ട് കലക്കി കുടിച്ചിട്ടാണ് ഇപ്പൊ ഒരു റിവ്യൂവിൽ ഇരിക്കാനുള്ള എനർജി കിട്ടുന്നത്. അമാതിരി പടം, പറയാതിരിക്കാൻ പറ്റാം, വണ്ടർഫുൾ. എന്തായാലും ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇത് വേട്ടയുടെ കൂടെ റിലീസ് ചെയ്തില്ല എന്നുള്ളതാണ്. അതിന്റെ കൂടെ ഇങ്ങനെ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർക്കാൻ പോലും വയ്യ. എടാ, കഴിഞ്ഞ ദിവസം വരെ നമ്മൾ ഇതിന്റെ റിവ്യൂ അല്ലെങ്കിൽ ഇതിന്റെ മറ്റു കാര്യങ്ങൾ, ഇതിന്റെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഒരു മിനിമം 3 പേരെങ്കിലും താഴെ ഒന്ന് എപ്പോഴും കമന്റിൽ പറയാനുണ്ട്, ശിവയാണ് ബ്രോ, ശിവയെ നമ്പാതെ എന്ന്. ഞാൻ കേക്കലേ, നമ്പിട്ടേ. എനിക്കറിയാം നിങ്ങളും നമ്പിയിട്ടുണ്ടാവും. അങ്ങനെ നമ്പിയിട്ടുണ്ടെങ്കിൽ പടം കണ്ടു കഴിഞ്ഞാൽ എന്ന രീതിയിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്പിനാൽ ഓം. സോ സിനിമയിലേക്ക് വരാം. സിനിമ തുടങ്ങി ഏകദേശം 5 മിനിറ്റ്, വെറും 5 മിനിറ്റ് കൊണ്ട്, മേ ബി വിത്തിൻ സെക്കൻഡ്സ്, ഇങ്ങനെ വെറുപ്പിക്കാൻ കഴിയാന്ന് പറയുന്നത് ശിവയ്ക്ക് മാത്രമുള്ള ഒരു കഴിവായിട്ടാണ് ഇപ്പോ ഞാൻ കാണുന്നത്. അമ്മാതിരി വെറുപ്പിക്കലാണ് കാണിച്ചിട്ടുള്ളത്. അത് എങ്ങനെ പറഞ്ഞു തരാന്ന് പോലെ എനിക്ക്, ഇത് റിവ്യൂ ആയിട്ട് നിങ്ങൾ എടുക്കണ്ട കേട്ടോ. 2-3 മണിക്കൂർ നേരം ഞാൻ അനുഭവിച്ച എന്റെ വേദന, ഞാൻ അനുഭവിച്ചിട്ടുള്ള എന്റെ ഒരു എന്താ പറയാ, കൊല്ലാക്കൊല ചെയ്യാന്ന് പറഞ്ഞില്ലേ, സ്ക്രീനിൽ അവര് കത്തിയോണ്ട് വെട്ടി കൊല്ലുകയാണെങ്കിൽ ഇവിടെ നമ്മളെ മാനസികമായി പീഡിപ്പിച്ചു കൊല്ലുകയാണ് എല്ലാരും. എനിക്ക് തോന്നുന്നു അവസാനം വരെ അയ്യോ, 2 പേര്, നമ്മൾ പറയില്ലേ ഈ ഹാർപ്പിക്ക് വെച്ചിട്ട് അവസാനം വരെ 2 കൃമികൾ. സോ ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത്, അവരെ പറഞ്ഞതല്ല കേട്ടോ. അങ്ങനെ 2 ആളുകൾ മാത്രമാണ് അവസാനം വരെ വളരെ ആവേശത്തോടെ അലർച്ചയോടെ കണ്ടത്. ഇനി ഇത് അവര് ശിവനെയും സൂര്യനെയൊക്കെ ഊക്കിയതാണോ പോലെ എനിക്കറിയില്ല. എടാ, എന്തൊക്കെ ബഹളായിരുന്നു. അല്ല, ബഹളം ഈ സിനിമയിൽ ലാസ്റ്റ് വരെ ഉണ്ട് കേട്ടോ. എല്ലാരും വന്ന് അലറുക, ആ ഓ കാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. എന്തിനാണെന്ന് അവർക്ക് പോലും അറിയില്ല. എനിക്ക് ശിവ അണ്ണനോട് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം, പുള്ളി കേൾക്കൂലെങ്കിലും എന്റെ ഒരു സമാധാനത്തിന് ചോദിക്കാണ്, അല്ല, ഒരു സിനിമ എടുത്ത് നോക്കുമ്പോ മിനിമം ആ ക്യാരക്ടർ അവരെന്താണ് പറയണെന്ന് വായിന്ന് തിരിയെങ്കിലും വേണ്ടേ? ഇത് അലർച്ച വീണ്ടും ഡയലോഗ് പറയാൻ സമയമില്ല. എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? എന്തൊക്കെ കോപ്പറായാണ്. ദിശ പട്ടാനി, അതുപോലെ കിങ്സ്ലി, പിന്നെ നമ്മുടെ യോഗി ബാബു, 3 ഫ്രാൻസിസിനെയും ഒരുപാട് ബോംബ് പൊട്ടിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒന്നിലിട്ട് പൊട്ടി തെറിപ്പിക്കണമായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ. എന്തിനാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ? അതും തോട്ടക്കം തന്നെ കൊണ്ടുപോയി ഈ ഫ്രാൻസിസിനെ പ്ലേസ് ചെയ്തേക്കാണ്. ഇവിടെ ഈ 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ സിനിമയിൽ നിന്ന് ഔട്ടായി. പിന്നെ എന്ത് കാണിച്ചിട്ടും ആ സിനിമയിൽ കയറാനുള്ള ഒരു അവസ്ഥ അവർ തരുന്നില്ല. കാരണം കണക്ഷൻസ് ഇല്ല, ഇമോഷൻസ് ഇല്ല. എന്ത് തേങ്ങയാണ് ഇവർ പറയണെന്നുള്ളതിന്റെ ഒരു ഐഡിയ പോലും ശിവക്ക് പോലും ഇല്ല. അത് ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? കുറെ വലിയ സീനും, കുറെ കടലും കാടും അലമുറയും, കുറെ കിടന്ന് ആ എന്ന് പറഞ്ഞാൽ അലറിയ ബ്രഹ്മാണ്ടം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. കുറെ ചോര ഒഴുകണ്, ആരൊക്കെയോ കൊണ്ടുവരുന്നത്, എന്തൊക്കെയൊക്കെയോ കാട്ടുന്നു. ഇങ്ങനെ കാണിച്ചാൽ ബ്രഹ്മാണ്ടം എന്നാണ് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ പണത്തിന് പേപ്പറിന്റെ വില പോലും ഇല്ലാന്ന്. എടാ, പേപ്പറിന്റെ വില ഉള്ളൂന്നല്ല നമ്മൾ പറയും, പേപ്പറിന്റെ വില ഉള്ളൂന്ന്. ഇവർക്ക് പേപ്പറിന്റെ വില പോലും ഇല്ല. ഇല്ലെങ്കിൽ കഴിഞ്ഞ മഴയ്ക്ക് പെയ്ത വെള്ളത്തിൽ ഇവർ തോണി ഉണ്ടാക്കിയെങ്കിലും പൈസ കിട്ടെ. 400 കോടി. ഹോ, 400 കോടി രൂപ എങ്ങനെ വെള്ളത്തിൽ ഒഴുക്കി വിടാം എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് ശിവ. എന്നിട്ട് നിങ്ങളുടെ ഒരു കോൺഫിഡൻസിന്റെ പൊന്നളിയ സൂര്യോ, നെവർ സീൻ ബിഫോർ. അല്ല, പുള്ളി പറഞ്ഞൊരു കാര്യം കേട്ടോ, നെവർ സീൻ ബിഫോർ. 27 വർഷത്തിനിടയിൽ ഇങ്ങനെ പടം ചെയ്തിട്ടില്ല. സത്യമാണ്, ഇങ്ങനെ പടം പുള്ളി ചെയ്തിട്ടില്ല. അവിടെ സ്വാഗ് ഇല്ല. നിങ്ങൾ എന്ത് പറഞ്ഞും കാര്യമില്ല, നിങ്ങൾക്ക് തെറി വിളിക്കണമെങ്കിൽ വിളിക്കാം. ഇത് ഇത്രയും പ്രതീക്ഷയോടെ കാത്തിരുന്ന, ഈ സിനിമ കാണുന്ന ആവേശത്തോടെ കാത്തിരുന്ന് കഷ്ടപ്പെട്ട് 3 മണിക്ക് എണീറ്റ്, അതും 2 മണി 2:30 വരെ ഉറങ്ങാൻ പറ്റില്ല. പിന്നെ 1/2 മണിക്കൂറാണ് അറിയാൻ തുടങ്ങി. അപ്പൊക്ക് അലാറം എണീറ്റ് വീണ്ടും എണീറ്റ്. അങ്ങനെ കഷ്ടപ്പെട്ട് കുളിച്ച തണുപ്പത്ത് റെഡിയായി ഇത്രയും ദൂരം പോയി കണ്ട സിനിമയാണ്. 160 രൂപ ടിക്കറ്റിന്, 100 രൂപ എണ്ണ. അത് പിന്നെ മച്ചന്മാരുടെ കൂടെ പോയത് കൊണ്ട് അത് എണ്ണ ലാഭമായി എന്നെങ്കിലും വിചാരിക്കാം. താങ്ക് യു. ഇത് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ സാധാരണക്കാരാണെങ്കിൽ കൂട്ട് എണ്ണ,
അവിടെ എന്തെങ്കിലും കഴിക്കും, രാവിലെ ഒന്നും കഴിക്കാണ്ട് അത് പോയിട്ടുണ്ടാവേ. ഇത്രയും 100-300 രൂപ ചെലവായിട്ട് പോയി കണ്ടിരിക്കണത് ഇമാതിരി അപരാധമാണ്, കാട്ടപരാധം. എന്തെങ്കിലും ഒന്നും വേണ്ട സിനിമയില്, ഒരു പോസിറ്റീവ്. തുടക്കത്തിൽ ടെക്നിക്കലി എല്ലാ അടിപൊളിയൊന്നും പറയാൻ പറ്റില്ല, എന്നാലും കുറെ 3D വർക്ക് ഹെവി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അതല്ലാണ്ട് ഒരു പോസിറ്റീവ് പറയാനില്ലെന്നേ. പക്ഷെ സൂര്യയുടെ ഹിസ്റ്ററിയിലെ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ 27 വർഷത്തിന് ഇടയിൽ ഇങ്ങനെ ഒരു സിനിമ പുള്ളി ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇത്രയും വേസ്റ്റ് സിനിമ പുള്ളി ചെയ്തിട്ടില്ല. അത്ര വേസ്റ്റ്, അട്ടർ വേസ്റ്റ്, അങ്ങനത്തെ ഒരു സിനിമ. ഇത് പറയണത്, ഇതിന് പലരും പറയുന്നത് ഇത് മനഃപൂർവ്വം പറയാണ്, തോപ്പിക്കാൻ പറയാണ്, മറ്റേതാണ് മറിച്ചാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്യാം, പോയി സിനിമ കാണുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനൊക്കെ പറഞ്ഞ് എത്ര കുറവാണെന്ന്. ആ അമ്മാതിരി ഇതൊരു കിളിന്ത് ചെറുക്കനുണ്ട്, ഒരു പീക്കിരി ചെറുക്കൻ. അവരെന്താ കാണിക്കുന്നത്, എന്താണ് ഇതിന്റെ തുടക്കത്തിൽ സംഭവിക്കുന്നത് ഒന്നും പിടികിട്ടുന്നില്ല. എന്നിട്ട് ഇവൻ ഇങ്ങനെ കിടന്ന് നമ്മുടെയൊക്കെ മക്കളാണെങ്കിൽ, നമുക്ക് അവകാശമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ചെപ്പക്കുറ്റി കാരണക്കുറ്റി നോക്കി ഒറ്റൊരെണ്ണം കൊടുത്തിട്ട് നന്നാക്കിയേനെ, ഇല്ലെങ്കിൽ വലിച്ചു കീറി എറിഞ്ഞേനെ. അങ്ങനത്തെ ഒരു പീക്കിരി ചെറുക്കൻ. എന്നിട്ട് അതിന്റെ വേണ്ടി പാസം എന്നൊക്കെ പറഞ്ഞ ശിവ എന്ന് പറഞ്ഞ ആളെ പാസം എന്ന് പറഞ്ഞ പൊതുവെ എല്ലാവരും കളിയാക്കാറുണ്ട്. പക്ഷെ ഇമാതിരി ഇങ്ങനെ ഉണ്ട് ഒരു പാസം. അനിയത്തിനോട് പാസം ഓക്കെ, അച്ഛനോട് പാസം ഓക്കെ, ഫാമിലിയോട് പാസം ഓക്കെ, ഇനി പോട്ടെ അത്രയും നല്ല റിലേഷൻ ആണെങ്കിൽ ഓക്കെ. ഇവിടുത്തെ പാസം എന്തൊരു പാസം. ഇവൻ കടന്ന് വിറക്കാണ് തണുത്തിട്ട്. ആ സമയത്തുണ്ട് സൂര്യന്റെ ഒരു കരച്ചിലൊക്കെ. എനിക്കാ മോനെ എണീറ്റ് പോവാൻ തോന്നും. പക്ഷെ പിന്നെ റിവ്യൂ പറയണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരുന്നിരിക്കുകയാണ്. മാത്രമല്ല ഞങ്ങൾ ഒരുമിച്ച് 4 ആൾ ഒരുമിച്ച് ഒരു കാറിലാണ് പോയത്. ഒറ്റയ്ക്ക് എങ്ങനെ പോകും, ആ സമയത്ത് വണ്ടി കിട്ടാനുമില്ല. അങ്ങനെ ഇരുന്ന് കണ്ട സിനിമയാണ്. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. എടാ സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക്, 15 ഇല്ലടാ, ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഭയങ്കര ആവേശം. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ 2 ആളുകൾ ഞാൻ പറഞ്ഞില്ല, ഈ 2 ആളുകളോട് ബാക്കി എല്ലാം സൈലന്റ്. എന്നിട്ട് ഈ പറഞ്ഞ പീക്കിൽ ചെറുക്കൻ മരിക്കുന്ന ഒരു സീനുണ്ട്. അവർ ഉദ്ദേശിച്ച സാഡ് സീനാണ്. ഈ സാഡ് സീനില് വൻ ഹാപ്പി, എല്ലാവരും കൈയടിക്കണം, ഭയങ്കര കൈയടി. ഇങ്ങനത്തെ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുള്ള ഒരു പടമാണ് കങ്കുവ എന്ന് പറഞ്ഞത്. ഞാൻ വളരെ ജെന്യൂൻ ആയിട്ട് പറയാണ്, ഇത്രയും ഹൈപ്പ് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇത്ര മാത്രം ഒരു വേസ്റ്റ് സിനിമ ഇവര് ചെയ്തു വെക്കുന്നുള്ളത് എന്റെ സങ്കടം കൊണ്ട് പറയാം. എനിക്ക് നല്ല ദേഷ്യമുണ്ട്. തോന്നിയാസം കാണിച്ചു വെക്കുക, പൈസ ഉണ്ട് വെച്ചിട്ട് തോന്നിയാസം കാണിച്ചു വെക്കുക. 400 കോടി രൂപ ഇവര് മൊത്തം ഇതിന്റെ പ്രൊമോഷൻ അടക്കം പറഞ്ഞിരിക്കുന്നത് 400 കോടിയാണ്. എടാ അതിൽ 1 കോടി മര്യാദയ്ക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ എത്ര ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ ഉപയോഗിക്കായിരുന്നു. VFX പലപ്പോഴും മോശം നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ചെയ്തിട്ടുള്ള മേക്കപ്പിൽ മനസ്സിലാവുന്നുണ്ട്, സ്റ്റിക്കർ ഒട്ടിച്ച പോലെ മനസ്സിലാവുന്നുണ്ട്. ഈ പുറകിൽ ഗ്രീൻ മാറ്റ് ഇട്ടിട്ട് ചില ഷെയ്ഡ്സിൽ അത് അറിയുന്നുണ്ട്. പോട്ടെ, ഇതൊക്കെ സഹിക്കാം. ഈ പടം ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് നമ്മളെ വെറുപ്പിച്ച് ഇങ്ങനെ എന്താ പറയാ, ഭയങ്കര നമ്മളെ അടക്കം ചെയ്ത് ഒരു പെട്ടിയിലിട്ട് വെച്ചേക്കാണ്. അതായത് നമ്മള് സത്തുപോയി, എന്നിട്ട് നമ്മൾ കൊണ്ടുപോയി ഒരു പെട്ടിയിലിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതിൽ കുറെ ആണി അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ പറയുന്ന ഈ എന്താ പറയുക, അവസാനത്തെ ആണി എന്ന് പറഞ്ഞ രീതിയിൽ ചില ക്യാമിയോ വരുന്നത്. ആരാണ് ക്യാമിയോ ഞാൻ പറയുന്നില്ല, ഇനി സ്പോയിലർ എന്ന് വെച്ചാൽ നിങ്ങൾ ആരെ വിചാരിച്ച അയാൾ തന്നെ ക്യാമിയോ. അതോടുകൂടി തീരുമാനമായി. 4 പല്ലുവെ പെയിന്റ് അടിച്ച് വരെ ചുമപ്പ് വരച്ചിട്ടുണ്ട്. എന്നിട്ട് വന്നിട്ട് എന്ത് കോപ്പറയാ കാണിക്കണത്. അതും ഇതിലെ ലാസ്റ്റ് സെക്കൻഡ് പാർട്ടിലേക്ക് സസ്പെൻസ് എന്ന് പറഞ്ഞിട്ട് എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ ഓരോ സീൻ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഫ്രാൻസിസിനൊക്കെ ആരെങ്കിലും കൊണ്ടുപോയിട്ട് അവിടെ ഫേസ് ചെയ്യോ, കൊണ്ടുപോയി പ്ലേസ് ചെയ്തേക്കാണ്, നേരൊരു സ്ഥലത്ത് കൊണ്ടുപോയി പ്ലേസ് ചെയ്തേക്കാണ്. എന്നിട്ട് അവിടെ തന്നെ പോയില്ലേ ഇതിന്റെ എല്ലാ സംഭവം. ഫ്രാൻസിനൊക്കെ ലാസ്റ്റ് എൻഡില് വേണ്ടേ കൊണ്ടുവന്ന് കാണിക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ പോട്ടെ, ഈ ഫ്രാൻസിസ് ഇങ്ങനെ വന്ന് ഫ്രാൻസ് ഒരു വണ്ടീന്റെ പുറകെ ഓടാണ്, സ്വിച്ച് ഇട്ട പോലെ പോവാണ് കങ്കുവന്റെ കാലത്തിലേക്ക്. കങ്കുവനൊക്കെ എങ്ങനെയാണ് കാണിക്കുന്നത്, അതൊരു ക്യാരക്ടർ കാണിക്കുമ്പോൾ അതിന് ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ് ഇല്ലേ, അതിനൊരു ക്യാരക്ടർ ആർക്കില്ലേ. ഇതൊന്നുമില്ല, വെറുതെ കങ്കുവനെ തന്നിക്കാണ്. ആ തലൈവനെ എന്ന് പറഞ്ഞിട്ടുള്ള സോങ് എന്ത് ഗംഭീര സോങ്ങാ. അതൊക്കെ വൻ കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് സിനിമയിൽ. അപ്പുറത്ത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു അവസ്ഥ മനസ്സിലായില്ലേ. തലൈവനെ എന്ന് പറഞ്ഞ സോങ്, ഈ മഞ്ഞിപ്പ് സോങ് ഒക്കെ ഉണ്ടല്ലോ, എന്റെ മോനെ. ശിവനെങ്ങനെ കൈ കിട്ടിയ, ശിവൻ എങ്ങനെ ഡയറക്റ്റ് വല്ല സിനിമയും കാണാൻ പോകുന്നുണ്ടെങ്കിൽ ജീവനോടെ തിരിച്ചു വരണമെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ആൾക്കാർ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒറ്റ വാക്കിൽ പറഞ്ഞ അസഹനീയം. ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു 5 മിനിറ്റ് എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലിരിക്കാം. 5 മിനിറ്റ്, 5 മിനിറ്റ് ഞാൻ പറഞ്ഞത് എഴുതി കാണിക്കണമെന്നല്ല, ഈ സീൻ തുടങ്ങിയ ഒരു 5 മിനിറ്റ്, അത് കഴിഞ്ഞാൽ
അസഹനീയമാണ്. ഫ്രാൻസിസിന്റെ ക്യാരക്ടർ, ദിശ പട്ടാനി, കിങ്സ്ലി, അതുപോലെ മറ്റേ നാമ്പൻ ആര്, യോഗി ബാബു, 4 പേരും കൂടി വെറുപ്പിച്ച് 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 നമുക്ക് ഇങ്ങോട്ട് വല്ലാതെ നമുക്ക് പിന്നെ ഒരു കാരണവശാലും സിനിമയിലേക്ക് ഇന്നാവാൻ പറ്റില്ല. 1-2 സ്ഥലത്ത് കങ്കുവിനെ കൊണ്ട് ആ എൻട്രി കാണിക്കുന്ന സമയത്തുള്ള കുറച്ചൊരു സംഭവം അത് മാത്രം കുറച്ച് രസമായിട്ട് ഫീൽ ചെയ്തു. ഒരു 100 പുലി നഖവും മാർത്തിറയ ആ സാധനത്തിന്റെ ചെറിയൊരു സംഭവം. പക്ഷെ അതിനു വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അതൊക്കെ വൻ ഷോക്കായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ എന്താണ് പറയേണ്ടത് എന്ന് വെച്ചാൽ, ഒരു ആളെ പുലർച്ചയ്ക്ക് എണീപ്പിച്ച് കൊണ്ടുപോയി തിയേറ്ററിൽ ഇരുത്താനുള്ള എല്ലാ കോപ്പും കാണിച്ചു വെച്ചിട്ട് ഇത്രയും കോൺഫിഡൻസോട് കൂടി ഇത്രയും ഹൈപ്പോട് കൂടി ഒരു അപരാധം ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കാണുന്നത്. നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കാം, നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യും. ആത്മാർത്ഥമായ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. പോട്ടെ. പിന്നെ ഒന്നുകൂടെ പറയാണ്ട്, ഇതൊരു അപ്പോക്കലിപ്സ്, നിങ്ങൾ കണ്ട അപ്പോക്കലിപ്റ്റോ എന്ന് പറഞ്ഞ മൂവി, അതുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ സിനിമ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഒരു 4 അപ്പോക്കലിപ്റ്റോ കണ്ടാൽ പോലും നിങ്ങൾക്ക് ഇതിന്റെ ക്ഷീണം മാറി കിട്ടൂല. എന്നാലും ഒരു ഇത്തിരി സമാധാനത്തിനെങ്കിലും അപ്പോക്കലിപ്റ്റോ ഒന്നെടുത്ത് കാണണം. നോക്കട്ടെ.